ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ പായസത്തേക്കുള്ള പണിയാണ്. അപ്പോൾ അവിടെ ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അസുമോളൊന്ന് നേരത്തെ എണിച്ച് വന്നിട്ടുണ്ട്. ഉപ്പയാണെങ്കിൽ പള്ളി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 7 മണിക്കാണ് ഇവിടെ നിസ്കാരം. കുറേ കാലത്തിന് ശേഷമാണ് പെരുന്നാൾക്ക് ഞങ്ങൾ ഉപ്പയൊക്കെ ഒരുമിച്ച്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്പം അങ്ങനെ പള്ളിയിൽ പോവാണ്. ഞാനിപ്പോൾ പള്ളിയിൽ പോയി വരുന്ന ടൈമിൽ നമ്മളൊക്കെ കുളിച്ച് അസനെയും കുളിപ്പിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും ഇപ്പോൾ പള്ളിയിൽ പോയി വന്നപ്പോഴാണ് ജന എണീറ്റ് വരുന്നത്. അപ്പോൾ ഈദ് മുബാറക്കൊക്കെ കൊടുത്ത് എല്ലാവർക്കും. പിന്നെ നമ്മളിതാ ചോറിനുള്ള പരിപാടിയിലാണ്. ഇന്ന് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. പിന്നെ പുട്ടിക്കുള്ള തേങ്ങ അവിടെ ചിരകിച്ചിട്ടുണ്ട്. പിന്നെ പള്ളി പിരിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലായിടത്തേക്കും പോവും. തറവാട്ടിലുള്ള പപ്പയോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ അനിയന്മാർ വന്നിട്ടുണ്ടായിരുന്നു. മൂത്താപ്പാടിയും കുഞ്ഞിപ്പാടൊക്കെ മക്കൾ. നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പായസമൊക്കെ സെറ്റായി. അപ്പോൾ വന്നവർക്കൊക്കെ നമ്മൾ പായസമാണ് കൊടുത്തത്. ഇത് കാശ്മീരി മല്ലിയില കേട്ടോ. നമ്മളുടെ അവിടെ നിറയെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടാവും വിചാരിക്കുന്നത്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കറിക്ക് അതാണ് യൂസ് ചെയ്യൽ. പിന്നെ നമ്മളെല്ലാവരും ചായ ഒക്കെ കുടിച്ച് പിന്നെ ചോറിക്കുള്ള ചമ്മന്തി ഒക്കെ നേരത്തെ റെഡിയാക്കി വെച്ച്, സാലഡ്, കച്ചമ്പർ, പിന്നെ നമ്മൾ നെയ്ച്ചോറ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പകുതി വേവായപ്പോൾ നമ്മളതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് അരിഞ്ഞ് വെച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചു. അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ സെറ്റായി. നമ്മൾ ചെറിയ മിനുക്കപ്പണിയൊക്കെ ചെയ്തതിൻ്റെ ശേഷം അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച്. പിന്നെ മൂത്താപ്പ വന്ന് ഐഫോണായിട്ട് മൂത്താപ്പ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ അനിയന്മാർ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് ഇന്ന് എല്ലായിടത്തേക്കും എത്തണമല്ലോ, പെരുന്നാളല്ലേ. പിന്നെ നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചോറ് നമ്മളെല്ലാ പെരുന്നാൾക്കും ഉമ്മ നമ്മളെ അയൽവാസികൾക്കൊക്കെ ഇവിടുന്ന് ചോറ് കൊടുക്കും. നമുക്കൊരു സന്തോഷമാണ്. അവരായാലും നമ്മളുടെ വിഷുവിനും ഓണത്തിനൊക്കെ ആയാൽ അവരും നമുക്കും കൊടുന്നു തരും. അപ്പോൾ നമ്മളെല്ലാവർക്കും നമ്മൾ ചുറ്റോറുള്ളവർക്ക് വേണ്ടിയിട്ട് ചോറ് കൊടുത്തയക്കുന്ന തിരക്കിലാണ്. അപ്പോഴത്തേനും മെയിനായിട്ടുള്ള വിളമ്പണവർ വന്നിട്ടുണ്ട് 2 ആൾ. പിന്നെ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളും ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി എല്ലാവരും. അപ്പോഴത്തേനും പിന്നെ താത്തയും മോളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരനൊക്കെ കണ്ട് മക്കൾ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ സോനുവിനെ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ചാടി എണീറ്റ്. അപ്പോഴത്തേനും പിന്നെ ബാസിലിക്കും ബാബിയും മുതമ്മയും അവിടെ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പെരുന്നാളായ ഒരു പ്രത്യേക സന്തോഷമല്ലേ അല്ലേ, എല്ലാവരും വന്നും പോയിട്ടും. താത്ത വേഗം പോയി. പിന്നെ ബാസിലിക്ക് പിന്നെ പടക്കത്തിൻ്റെ ആളാകുമ്പോൾ പടക്കം പൊട്ടിക്കൽ തുടങ്ങി. പിന്നെ ഞങ്ങളൊക്കെ കാഴ്ചക്കാരായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ പരിപാടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അക്കുക്ക് വന്ന് മൂത്തമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ചായയുടെയും കാര്യങ്ങളായിട്ട് അങ്ങനെ ഇരുന്ന് അക്കുക്ക് പായസം കൊടുക്കുകയാണ്. അക്കുക്ക് അല്ലെങ്കിൽ നേരത്തെ വരലുണ്ടെന്ന് ലേറ്റായി വരാം. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി പാടത്തേക്ക് പോയി കുറച്ച് ഫോട്ടോസും മക്കളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ വെച്ചിട്ട്. ഏതായാലും പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റിയ പാടാണ്. തൊട്ട് താഴെയാണ്, അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പാടത്തൊക്കെ പോയിട്ട് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോയും പെണ്ണുങ്ങളുടെ കുറച്ച് സിംഗിൾ ഫോട്ടോസും മക്കളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകുന്നു. നമ്മളൊരു 5 മണി 6 മണി 5-5:30 ആയിട്ടുണ്ടായിരുന്നു അവിടെ പോകുമ്പോൾ. പിന്നെ നമ്മളധികം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 6 മണി ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നു. പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായും ബാബിയും വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മക്കളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പെരുന്നാളൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പോയപ്പോൾ പിന്നെ ബാസിൽക്കാനായിട്ട് ഞങ്ങളോട് പോകുന്നു. പിന്നെ ബാസിൽക്ക് കുറേ കാലമായി ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ കൂടിയിട്ട് നാട്ടിൽ. അപ്പോൾ അത് മാക്സിമം ആഘോഷമാക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ബാസിൽക്കും കുറച്ചായി പെരുന്നാൾ നാട്ടിൽ കൂടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിച്ച് നമ്മളൊക്കെ തുടക്കിടാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം കാഴ്ചക്കാരായി.
ഈ ഐറ്റം നമ്മൾ ആദ്യമായിട്ട് കാണാം കേട്ടോ. ക്യാമറ ഫ്ലാഷ് അടിക്കണ പോലെ ഫ്ലാഷ് അടിക്കണ സംഭവമാണിത്. പിന്നെ ചെന്നക്കാണെങ്കിൽ കമ്പിത്തിരി കത്തിക്കും വേണം, നല്ല ഒടുക്കത്തെ പേടി. അപ്പോൾ ബാസിൽക്ക് കൈ പിടിച്ച് കത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഈദ് മുബാറക്ക്. അസ്സലാമു അലൈക്കും.